ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ആളുകൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമോ നടക്കില്ലേ ഇങ്ങനെ കുറേ ടെൻഷനും അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നടക്കുമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക, അതിൻ്റെ സൈനുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന, അതായത് അതിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 സയൻസ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ സൈനുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 3 സൈനുകൾ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ 111, 222 അല്ലെങ്കിൽ 2222 അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ കാണാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ വണ്ടികളുടെ നമ്പറൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒട്ടുമിക്ക ആളുകളും കാണുന്നുണ്ടാവും. അപ്പം നമ്മൾ പെട്ടെന്ന് അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് കാണുന്നതല്ല, അതല്ലെങ്കിൽ ഇങ്ങനെ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും വണ്ടികളുടെ നമ്പറിലേക്ക് നോക്കി കണ്ടുപിടിക്കുന്നതല്ല ഞാൻ പറയണത്. നേരെ മറിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന ടൈമിൽ പെട്ടെന്ന് അങ്ങോട്ട് കാണുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ കൂടെ ഒരു വണ്ടി പാസ് ചെയ്യുമ്പോൾ അതിലുള്ള നമ്പർ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിലുള്ളത് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 111, 222 അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് നിങ്ങൾക്കുള്ള ഒരു സൈനാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ 000 ആണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എ ന്യൂ ബിഗിനിങ് ഈസ് നിയർ എന്നാണ്. അതായത് നിങ്ങളുടെ പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് അത് കാണുന്നത്. അതേപോലെ തന്നെ 111 ആണെന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മീനിങ്സ് ആണ് അതിൽ വരുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്പേഴ്സിനും അതിൻ്റെതായിട്ടുള്ള മീനിങ്ങുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 111, 222, 333, 000 ആ രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് നമ്പേഴ്സ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ സൈൻ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്, ഈ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുള്ളതാണ്. ഇത് നടക്കും, എൻ്റെ ആഗ്രഹം നടക്കും, ഉറപ്പാണ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകളും വിശ്വാസങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്. അതേപോലെ തന്നെ ആ വിശ്വാസം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇത് നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, എങ്ങനെയുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള മറ്റൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ മറ്റൊരു സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ ആകും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളിൽ നിന്നും വിട്ടുപോവുക, അല്ലെങ്കിൽ അയാൾ ഇല്ലാതെ ആവുക, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇത് നെഗറ്റീവായിട്ട് കാണരുത്. നിങ്ങളിത് മനസ്സിലാക്കുക. ഉദ്ദേശിക്കുന്ന മീനിങ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് എന്താണോ അതിലെ ഒരു കാര്യം, ആ ഒരു തടസ്സം നിങ്ങൾക്ക് നീങ്ങിയതായിട്ട് കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അതിൽ ഓരോ തടസ്സങ്ങളായിട്ട് മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു തടസ്സം മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ആളുമായിട്ട് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അതിന് സമ്മതിക്കുന്നില്ല, നിങ്ങളുടെ പാരൻസ് അങ്ങനെ ആരെങ്കിലും അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ അവരത് ഓക്കെ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം. അതായത് എന്താണ് തടസ്സം എന്നുള്ളത്, ആ തടസ്സം നീങ്ങി പോവുകയാണ്, അത് ഇല്ലാതെ ആവുകയാണ്. ഈ രീതിയിൽ ഒരു മാറ്റവും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് ഇത് മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇതിനേക്കാൾ കുറേ ഉണ്ട്. കുറേ ഇപ്പോൾ ബട്ടർഫ്ലൈസിനെ കാണുന്നത് നല്ലതാണ്, അങ്ങനെ മറ്റു പല സൈനുകളും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു 3 നമ്മുടെ ലൈഫിൽ മെയിനായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അത് 3 പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. ബാക്കിയുള്ളത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഞാൻ കാണാറില്ല, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാറില്ല, അപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കില്ലേ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ടെൻഷൻ വരാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഈ ഒരു 3 സൈനുകൾ മാത്രം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണത് മനസ്സിലാക്കുക, എൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നുണ്ടെന്നുള്ളത് എങ്ങനെ എനിക്ക് അറിയാനായിട്ട് കഴിയും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമുക്ക് തന്നെ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാനിങ്ങനെ നമ്പർ കാണുന്നുണ്ട്, അത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഓരോ സൈനുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറയും സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളത്, പക്ഷേ ഇത് എല്ലാവരും കാണുന്ന കാര്യങ്ങളാവില്ല. അപ്പോൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പവർ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ വളരെ വലിയൊരു സൈനുകളായിട്ട്
നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.